سبق نمبر 2 وبعد فيقول الفقير إلى الله الغني مسعود بن عمر المدعو بسعد التفتازاني رحمه الله هداه الله سواء الطريق وأذاقه حلاوة التحقيق قد كنت شرحت فيما مضى تلخيص المفتاح وأغنيته بالإصباح عن المصباح وأودعته غرائب نكت سمحت بها الأنظار ووشحته بلطائف فكر سبقتها يد الأفكار ثم رأيت الكثير من الفضلاء والجم الغفير من الأذكياء سألوني صرف الهمة نحو اختصاره والاقتصار على بيان معانيه وكشف أستاره അല്ലെങ്കിൽ والاقتصار على بيان معانيه وكشف أستاره لما شاهدوا അല്ലെങ്കിൽ لما شاهدوا من أن المحصلين قد تقاصرت هممهم عن استطلاع طوالع أنواره وتقاعدت عزائمهم عن اكتشاف خبيات أسراره. وبعد فيقول الفقير ഇവിടെ ഈ വാവും ഫാവുമാണ് വിഷയം. സാധാരണ അമ്മാ ബഅദു എന്നും ഇബാറത്തുണ്ട്, വബഅദു എന്നും പറയാറുണ്ട്. അമ്മാ ബഅദു എന്ന് പറയുമ്പോൾ അമ്മാ മഹുമാ യകും മിൻ ശൈഇൻ എന്നതിന് പകരം വന്നതാണ്. അപ്പോൾ ബഅദു ഫയഖൂലു എന്ന് പറഞ്ഞത് എന്താവും? അതിന്റെ ജവാബാവും അമ്മ മഹുമാ യകും മിൻ ശൈഇൻ. ആ അമ്മന്റെ സ്ഥാനത്ത് വാവ് വന്നപ്പോൾ വാവ് അമ്മക്ക് പകരവും വന്നതാണ്. അപ്പോൾ ഈ വാവിന് ഷർത്തിയി ആയ വാവ് എന്ന് പറയാം. കാരണം ഒരു ഷർത്തിയായ ജുംലയുടെ മക്കാമിൽ ഖായിമത്തായതുകൊണ്ട്, നായിബത്തിന്റെ നായിബത്തായതുകൊണ്ട് ഇത് ഷർത്തിയായ വാവ് എന്ന് പറയാം. അമ്മ എവിടെ വന്നാലും അത് എന്ത് തന്നെയാണ്? മഹുമാ യകും മിൻ ശൈഇൻ എന്നതിന് പകരം വന്നതാണ്. അല്ലാമ ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അമ്മാക മഹ്മാ യകും മിൻ ശൈഇൻ വഫാ ലിതിൽവി തിൽവിഹാ ഉജൂബൻ ഉലിഫാ. അമ്മ മഹ്മാ യകും മിൻ ശൈഇൻ എന്നതിനു പകരം വന്നതാണ് എന്ന് അമ്മയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആ അമ്മന്റെ സ്ഥാനത്ത് വാവ് വരുമ്പോൾ വാവ് അമ്മയെ തൊട്ട് പകരം വന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ തിൽവിന് ഫാ നിർബന്ധമാണ്. അപ്പോൾ വാവിന്റെ തിൽവിനും എന്തായി? ഫാ നിർബന്ധമായി. അപ്പോൾ വാവിനോട് നേരെ അടുത്ത് തൊട്ട് നിൽക്കുന്നത് ബഅദു എന്ന ലർഫാണ്. അതിന്റെ തിൽവാണ് യഖൂലു. അപ്പോൾ ബഅദു ഫയഖൂലു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് വാവിന്റെ ജവാബാണെന്നും പറയാം, അമ്മക്ക് പകരം വന്ന വാവിന്റെ ജവാബ്, അല്ലെങ്കിൽ വാവ് പകരം വന്ന അമ്മയുടെ ജവാബ് എന്നാണ് തുഹഫയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. തുഹഫയിൽ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ്. വാവ് പകരം വന്ന അമ്മന്റെ ജവാബ്, അല്ലെങ്കിൽ അമ്മ പകരം വന്ന വാവിന്റെ ജവാബ്. തുഹഫയിലല്ല, തുഹഫിന്റെ ഹാഷിയത്ത് തുഹഫ.
അൽഫാഹു വാക്കിയത്തും ഫി ജവാബി അമ്മൻ നായിബത്തി അൻഹൽ വാവു ഔ ഫി ജവാബിൽ വാവി അന്നായിബത്തി അന്നമ്മാന ആശയത്തു തുർഫേലു വബഅദു ഫൽ ജാഹിലു ബിന്നഹ്വി തുഖിർ ഇത് കുല്ലു ഇൽമിൻ ഫഇലൈഹി യഫ്തഖിർ എന്ന ബൈത്തിന്റെ ശറഹിന്റെ ഹാശയിൽ അത് പറഞ്ഞിട്ടുണ്ട് ഈ വാവിനെ സംബന്ധിച്ച്. എന്ത്? അത് വാവ് പകരം വന്ന അമ്മന്റെ ജവാബിൽ വന്നതാണ് ഈ ഫാ. ഔ ഫീ ജവാബിൽ വാവി അന്നായിബത്തി അന്നമ്മ അമ്മക്ക് പകരം വന്ന വാവിന്റെ ജവാബിൽ ഫയഖൂലു ബഅദ് യഖൂലു എന്നുള്ളത് അങ്ങനെ ജവാബ്. പക്ഷേ ജവാബ് ന്റെ തൊട്ടടുത്താണെങ്കിലും വാവിന്റെ തിൽവിന് അമ്മയുടെ അമ്മ എന്ന കലിമത്തിന്റെ തിൽവിനിലാണ് ഫാ കടക്കാൻ പാടുള്ളൂ. കാരണം നേരെ പിന്നിൽ വന്നാൽ അത് ഒരു മഅ്തൂഫ് അലൈഹി ഇല്ലാത്ത ഒരു മഅ്തൂഫിന്റെ കോലത്തിലാകും. അത് ലഫ്ദിനെ സ്വരീഹാക്കാൻ വേണ്ടി ഇസ്ലാഹല്ലിൽ ലഫ്ദിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫാഇനെ തിൽവിലെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നേരെ തിൽവ് ഇവിടെ ബഅദുവാണ്, അടുത്തത് യഖൂലുവാണ്. തിൽവിന്റെ തിൽവ് യഖൂലുവാണ്. പക്ഷെ ഈ തിൽവ് എന്ന് പറയുന്നത് ആറിൽ ഒരു കാര്യം ആവാനേ പാടുള്ളൂ. അത് ഹുദൂരിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫാ കൊടുക്കുന്നത് അത് ഒന്നിരിക്കൽ അത് 6 കാര്യത്തിൽ നിന്ന് ഒന്ന് മാത്രമേ ആവാൻ പാടുള്ളൂ. ഒന്നിരിക്കൽ ആ തിൽവ് തിൽവിഹ എന്ന് പറഞ്ഞ ഒന്നാമത്തെ തിൽവ് അതായത് ഫാഇന്റെയും അമ്മ എന്ന കലിമത്തിന്റെയും അല്ലെങ്കിൽ പകരം വന്ന വാവെന്ന കലിമത്തിന്റെയും ഇടയിൽ ആ ജവാബിന്റെ 6 ഒരു ജുസ് കൊണ്ട് ഫസല് വേണം. ജവാബിന്റെ 6 ഒരു ജുസ് കൊണ്ട് ഫസല് വേണം. അതൊന്ന് മുബത്തദ കൊണ്ട് ഫസലാവണം. അപ്പൊ ഒന്നാമത്തെ തിൽവ് ആ തിൽവ് ജവാബിന്റെ ഒരു ജുസ് ആയിരിക്കും. ആ ജുസ് ആയ തിൽവ്, ആ ഫാസിലായ തിൽവ് അമ്മയുടെ ഈ അമ്മ എന്ന കലിമത്തിന്റെയും അല്ലെങ്കിൽ വാവെന്ന കലിമത്തിന്റെയും ഈ ഫാ എന്ന കലിമത്തിന്റെയും ഇടയിലുള്ള ഫാസില്, ആ ഫാസില് ഒരു ജുസ് ആയിരിക്കും. ജവാബിന്റെ ഒരു ജുസ്. അത് ഒന്നിരിക്കൽ മുബത്തദ അമ്മാ സൈദുൻ ഫമുന്തലിഖുൻ. അവിടെ അമ്മാ ഫസൈദുൻ മുന്തലിഖുൻ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ നേരെ തിൽവാവും. മുബത്തദ കൊണ്ടായിരിക്കണം ആ ഫാസില്. അല്ലെങ്കിൽ ആ ഫാസിൽ ആരാവണം? ഒരു ഖബർ കൊണ്ടാവണം ഫാസില്. അമ്മാ ഫിദ്ദാരി ഫസൈദുൻ. അമ്മന്റെയും ഫസൈദുൻ എന്ന ഫാഇന്റെയും ഇടയിലുള്ള ഫാസില് ഫിദ്ദാരി. ഇവിടെ ഫിദ്ദാരി സൈദു ആണ് ജവാബ്. അമ്മ എന്ന കലിമത്തിന്റെ ജവാബ്. കാരണം അമ്മ മഹ്മായക്കും മിൻ ഷൈഇൻ എന്നതിന് പകരം വന്നതായതുകൊണ്ട് അമ്മ എന്ന കലിമത്തിന് ജവാബ് വേണം. ആ അമ്മക്ക് പകരം വന്ന വാവിനും ജവാബ് വേണം. അപ്പൊ അമ്മാ ഫിദ്ദാരി സൈദുൻ ഖബർ കൊണ്ടാണ് ആ ഫാസിലുള്ളത്, അമ്മയുടെയും പിന്നെ ഫാഇന്റെയും. അല്ലെങ്കിൽ ആ ജുസ് ആ ഫാസില് ഔ ബിസ്മിൻ മൻസൂബിൻ ബിമാ ബഅദൽ ഫാഇ, മറ്റൊരു ഫാഇന്റെ ശേഷം വന്നതായ ഒരു മൻസൂബായ ഇസ്മു കൊണ്ടാവണം. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. ഇവിടെ ജവാബിൽ കൊടുത്ത ഫാ ഫലാ തഖ്ഹറിലെ ഫാ ആണ്. ആ ഫാഇന്റെയും അമ്മയുടെയും ഇടയിൽ യതീമ എന്ന മഫ്ഊല് കൊണ്ട് ഫസ്ല് ചെയ്തു. അത് മഫ്ഊല് ജവാബിന്റെ ഒരു ജുസ് ആണ്.
യഥാർത്ഥത്തിൽ ജവാബ് ഫലാ തക്ഹറിൽ യതീമ എന്നാണ്. ഇവിടെ ഫാഇന്റെ ശേഷം മറ്റൊരു ഫാഇന്റെ ശേഷം ഈ തക്ഹർ എന്ന ആമിലിന്റെ മഫ്ഊല് ഒരു ഫാഇന്റെ ശേഷം വന്നതുകൊണ്ട് മുന്തിക്കൽ നിർബന്ധമായ സ്ഥലവും. അപ്പൊ 3 ഫാസിലായി നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ ലൗ ബി മൻസൂബിൻ ബി മഹ്ദൂഫിൻ യുഫസ്സിറുഹു മാ ബഅദഹു നഹ്വു അമ്മാ സമൂദ ഫഹദൈനാഹും. അവിടെ അമ്മയുടെയും ഫഹദൈന ഫാഇന്റെ ഇടയിൽ സമൂദ എന്ന് ഒരു മഹ്ദൂഫായ ഫിഇലിന്റെ മൻസൂബ് ഇസ്തിഗാൽ വാബിൽപ്പെട്ടതാണ് ഫാസിൽ. അല്ലെങ്കിൽ ലറുഫ് കൊണ്ടാവണം ഈ ഫാഇന്റെയും അമ്മ എന്ന കലിമത്തിന്റെയും ഇടയിലുള്ള ഫാസില്. ലറുഫ് കൊണ്ട്, ആ ലറുഫ് കൊണ്ടാണ് ഇവിടെയുള്ള ഫാസില്. ബഅദു ഫയഖൂലു. അല്ലെങ്കിൽ ആ ഫാസില്, അതായത് ആ തിൽവ്, ഒന്നാമത്തെ തിൽവിന്റെ തിൽവിലാണല്ലോ ഫാ കിടക്കുക. അപ്പൊ ആദ്യത്തെ തിൽവ് ലറുഫ് കൊണ്ടാവണം. അമ്മൽ യൗമ ഫളിബ് സൈദൻ. അല്ലെങ്കിൽ അതൊരു ഷർത്തിയായ ജുംല കൊണ്ടാവണം ഫാസില്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീന ഫറൗഹുൻ. അവിടെ അമ്മന്റെയും ഫറൗഹുൻ എന്ന ഫാഇന്റെ ജവാബിൽ കൊടുത്ത ഫാഇന്റെയും ഇടയിൽ ഇൻ കാന മിനൽ മുഖറബീൻ എന്ന ഷർത്തിയായ ജുംല കൊണ്ട് ഫസ്ല് ചെയ്തു. അപ്പോൾ ആ ഷർത്തിനും ജവാബ് വേണം, അമ്മക്കും ജവാബ് വേണം. രണ്ടിനും കൂടിയുള്ള ജവാബാണ് ഫറൗഹുൻ. ഇങ്ങനെ ലിതിൽവി തിൽവിഹ ഉജൂബൻ ഫൂലിഫ എന്ന് പറഞ്ഞ ഒന്നാമത്തെ തിൽവ് ആരെങ്കിലും ആയിക്കൂടാ, ഈ ആറിൽപ്പെട്ട ഒരു കാര്യമാവണം. മുബ്തദ, അല്ലെങ്കിൽ ഖബർ, അല്ലെങ്കിൽ എന്താണ് ഒരു മൻസൂബ്, ഒരു ആമിലിന്റെ മൻസൂബ്, ജവാബിൽ ഉള്ള ഒരു ആമിലിന്റെ മൻസൂബ്, അല്ലെങ്കിൽ മഅ്ദൂഫായ ഫീലിന്റെ മൻസൂബ്, അല്ലെങ്കിൽ ലറുഫ്, അല്ലെങ്കിൽ ഷർത്തിയ ജുംല. ഇവിടെ ലറുഫ് കൊണ്ടാണ് ഫാസില്. അപ്പോൾ ഇവിടെ വാവ് അമ്മയെ തൊട്ട് പകരം വന്നത്. അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ തർക്കീബ് വെച്ചു പോരല്. കാരണം അമ്മാ ബഅദ്, മാ ബഅദ് എന്നൊക്കെ വബഅദു, ഈ 2 ശൈലിയിലും ഇബാറത്തുകൾ വരാറുണ്ട്. വബഅദു ഫയഖൂലുൽ ഫഖീറു. ഫഖീർ പറയുന്നു. പിന്നെ ഈ ഫാ യഥാർത്ഥത്തിൽ ഇവിടെ കൊടുക്കൽ നിർബന്ധമായ സ്ഥലമല്ല, എന്നിട്ടും നിർബന്ധമായി. കാരണം ഉജൂബൻ ഉലിഫ അമ്മാക മഹ്മായകു മിൻ ശൈഇൻ വഫ ലിതിൽവി തിൽവിഹ ഉജൂബൻ ഉലിഫ. അമ്മ മഹ്മായകു മിൻ ശൈഇൻ പോലെ ഫാ തിൽവിന്റെ തിൽവിനിക്ക് നിർബന്ധമായിട്ടും അതിനെ കൊടുക്കൽ നിർബന്ധമാണ്. നിർബന്ധമായിട്ടും കൊടുക്കണം. വാസ്തവത്തിൽ ഇവിടെ ഫാ നിർബന്ധമായ സ്ഥലമല്ല. ഫാ നിർബന്ധമാകുന്നത് എവിടെയാണ്? ഈ ജവാബായിട്ട് വരുന്ന കലിമത്തുകൾ, അത് ഒരു ഷർത്തിന്റെ അദാത്തിന്റെ പിന്നിൽ വരാൻ പറ്റാത്തതായാലാണ് യഥാർത്ഥത്തിൽ ഫാ കൊടുക്കൽ നിർബന്ധമുള്ളൂ. ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ യഖൂലു എന്ന് പറയുന്നത് ഷർത്തിന്റെ അദാത്തിന്റെ ശേഷം വരാൻ പറ്റിയതാണല്ലോ, എന്നിട്ട് പിന്നെന്തിന് ഫാഇനെ കൊടുത്തു എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. കാരണം വഖുറും ബിഫാഹത്ത് മൻ ജവാബൻ ലൗ ജുഇൽ ഷർത്തൻ ലിൻ ഔ ഗൈരിഹാ ലം യൻജഇൽ. ജവാബിൽ ഫാഇലിനെ കൊടുക്കണം. എപ്പോൾ? ലൗ ജുഇല ഷർത്തൻ, ആ ജവാബിനെ ഷർത്താക്കിയാൽ ലിൻ ഔ ഗൈരിഹാ, ഇന്ന് അല്ലെങ്കിൽ ഇന്ന് അല്ലാത്തതിന് ഷർത്താക്കിയാൽ ലം യൻജഇൽ, അത് ഷർത്താവൽ
ഉണ്ടാവുകയില്ല. അത് കുറച്ച് സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. ഷർത്താവാൻ പറ്റാത്തത്. ജവാബ് എന്തായി വന്നു? ഇസ്മിയായ ജുംലയായിട്ട് വന്നു. ഇസ്മിയായ ജുംല ഷർത്തായിട്ട് വരികയില്ല. അതുകൊണ്ട് ഫാഇനെ കൊടുക്കണം. വഇൻ യംസസ്കല്ലാഹു ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൻആം സൂറത്ത് 17-ാമത്തെ ആയത്താണ്. അവിടെ ഇന്നിന്റെ ജവാബ് ഫഹുവ അലാ കുല്ലി ഷൈ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ആയപ്പോൾ ഫാഇനെ കൊടുത്തതാണ്. അതുപോലെ തന്നെ ഫീലിയായ ജുംല, തലബിയായ ഫീലിയായ ജുംല ജവാബായിട്ട് വന്നാലും ഫാഇനെ കൊടുക്കൽ നിർബന്ധ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അവിടെ ഇൻ കുന്തും തുഹിബ്ബൂന, ഷർത്തിന്റെ ജവാബ് ഫത്തബിഊനി. തലബിയായ ഫീലിയായ ജുംലയായിട്ട് വന്നു. അപ്പോഴും ഫാഇനെ കൊടുക്കൽ നിർബന്ധമായ സ്ഥലം. അപ്പൊ ഫാഇനെ കൊടുക്കൽ നിർബന്ധമായ സ്ഥലം രണ്ടായി. നമ്മളെ വിഷയം നഹ്വിന്റെ ചർച്ചയല്ല. ഫയഖൂലുൽ ഫഖീറു എന്ന ശാരിഹിന്റെ കലിമത്തിൽ ഫാ എന്തിനെ കൊടുത്തു? ഫാ നിർബന്ധമുള്ള സ്ഥലം അല്ലല്ലോ. മൂന്നാമത്തത് പിന്നെ ഫാ കൊടുക്കൽ നിർബന്ധമായത് ഷർത്തിന്റെ ജവാബ് എന്തായി? ഷർത്തിന്റെ ജവാബ് എന്തായി? ഫീലിയ ജുംല തന്നെയാണ്, പക്ഷെ ജാമിദാണ്. ഇൻ തറനി അന അഖല്ലു മിൻക മാലൻ വവലദൻ ഫഅസാ റബ്ബി. ഇന്ന് ഓതുന്ന അൽ കഹ്ഫ് സൂറത്തിലുള്ള ആയത്താണത്. അൽ കഹ്ഫിലെ 39-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. അത് ഇൻ തറനി അന അഖല്ലു മിൻക മാലൻ വവലദൻ ഫഅസാ റബ്ബി. ഇവിടെ അസ ജാമിദായ ഫീലായതുകൊണ്ട് അവ ജവാബ് ജാമിദായ ഫീലായി. ഫാഇനെ കൊടുത്തു, പ്രശ്നമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഫാഇനെ കൊടുക്കൽ നിർബന്ധം. നമ്മൾ യഖൂലു ഇത് മൂന്നിലും പെട്ടിട്ടില്ല എന്ന് ഉറപ്പാ. അല്ലെങ്കിൽ ഫീലിയ ജുംല ലന്നുകൊണ്ട് നഫി ചെയ്യപ്പെട്ടതായി. നഹ്വു വമാ തഫ്അലു മിൻ ഖൈരിൻ ഫലം തുക്ഫറൂഹു. അല്ലെങ്കിലോ മാ കൊണ്ട് നഫി ചെയ്യപ്പെട്ടതായി. ഫഇൻ തവല്ലൈതും ഫമാ സഅൽതുകും മിൻ അജ്രിൻ. ഇൻ തവല്ലൈതും എന്ന ഷർത്തിന്റെ ജവാബ് ഫമാ സഅൽതുകും മാ കൊണ്ട് നഫി ചെയ്യപ്പെട്ടതായപ്പോൾ ഫാഇനെ കൊടുക്കൽ നിർബന്ധമായി. അപ്പോൾ ഫാഇനെ കൊടുക്കൽ നിർബന്ധമാവുന്ന സ്ഥലം ജവാബില് ഒന്നെന്താവുക? ഇസ്മിയായ ജുംലയാവുക. രണ്ട് തലബിയായ ഫീലിയായ ജുംലയാവുക ജവാബ്. അല്ലെങ്കിൽ ജവാബ് ജാമിദായ ഫീലിയായ ജുംലയാവുക. അല്ലെങ്കിൽ ലന്നുകൊണ്ട് നഫി ചെയ്യപ്പെട്ട ഫീലിയായ ജുംലയാവുക. അല്ലെങ്കിൽ മാ കൊണ്ട് നഫി ചെയ്യപ്പെട്ട ഫീലിയായ ജുംലയാവുക. അല്ലെങ്കിൽ ഫീലിയായ ജുംല ഖദിന്റെ കൂടെ വരിക. ഈ യസ്രിക്ക് ഫഖദ് സറഖഹുല്ലഹു. അല്ലെങ്കിൽ തൻഫീസിന്റെ അർഫിന്റെ കൂടെ ഫീലിയ ജുംല വന്നു. വഇൻ ഖിഫ്തും അലൈഹി ഫസൗഫ യുഗ്നികുമുല്ലാഹ്. ഇങ്ങനെയുള്ള 7 സ്ഥലങ്ങളിലാണ് ഫാ കൊടുക്കൽ നിർബന്ധം. ഈ 7 സ്ഥലത്തും ഫയഖൂലു എന്ന് പറഞ്ഞ വബഅദു ഫയഖൂലു എന്ന ജവാബ് ഉൾപ്പെട്ടിട്ടില്ല. പിന്നെ ഫാ എന്തിന് നിർബന്ധമായി എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അത് ഇവിടത്തെ ഈ ഷർത്തി എന്ന സംഗതി അമ്മയെ പറഞ്ഞാൽ തന്നെ മഹ്മായക്കും മിൻ ഷൈഇൻ എന്നതിന് പകരം വന്ന അമ്മ, ആ നായിബത്തായ അമ്മ ഉണ്ടായാൽ തന്നെ ഷർത്തിയത്ത് ഖഫിയത്തായതുകൊണ്ട് ഫാ നിർബന്ധമായതാണ്. അപ്പോൾ നായിബത്തിന്റെ നായിബത്തായ വാവിന്റെ ജവാബിൽ ഏതായാലും ഫാ കൊടുക്കണം. ഹക്കീക്കത്തിൽ നോക്കുമ്പോൾ ഇവിടെ മഹ്മ തന്നെയാണ്. അസ്ലിയായ മഹ്മ ഇവിടെ ഉണ്ടെങ്കിൽ ജവാബിൽ ഫാ കൊടുക്കാൻ പാടില്ല, നിർബന്ധമില്ലായിരുന്നു. ചില സ്ഥലത്ത് ജായിസാണ്, നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊടുക്കൽ ഹറാമാണെന്ന് കിട്ടൂല. എന്നാലും നിർബന്ധമാണെന്നാണ് ഇവിടെ പറഞ്ഞത്. അമ്മാക്ക മഹ്മ
യകും മിൻ ശൈഇൻ വഫാ ലീതിൽമിതിൽ ബിഹാ ഉജൂബൻ ഉലിഫാ. നിർബന്ധമാണെന്ന് പറഞ്ഞത് ഈ കാരണം കൊണ്ടാണ്. ഷർത്തിയ്യത്ത് ഖഫിയ്യത്തായതുകൊണ്ട് അതിന്റെ മേൽ ഇവിടെ മുന്നിൽ ഒരു ഷർത്തിയ ജുംല ഉണ്ട്. ഇത് അതിന്റെ ജവാബാണെന്ന് അറിയിക്കാൻ വേണ്ടി ഇവിടെ ഫാ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ വാവ് അമ്മയെ തൊട്ട് പകരം വന്നത് അമ്മ മഹുമായക്കും മിൻ ശൈഇൻ എന്നതിന് പകരം വന്നത്. ആ വിഷയം ചുരുക്കുന്നു. അവിടെ ചില ചോദ്യങ്ങളുണ്ട്. അത് ഉസ്താദുമാരിലേക്ക് ഞാൻ പിന്നീട് പറയും. ഫയഖൂലുൽ ഫഖീറു ഇലല്ലാഹിൽ ഗനിയ്യി, ഗനിയായ അല്ലാഹുവിലേക്ക് നിരന്തരം ധാരാളമായി നിരന്തരം ആവശ്യമുള്ള ഫക്കീർ എന്ന അടിമ പറയുന്നു. അതായത് മസ്ഊദ് ബിനു ഉമറ, ഉമർ എന്നവരുടെ മകൻ മസ്ഊദ് അൽ മദ്ഉ ബി സഈദ് തഫ്താസാനി, സഈദ് തഫ്താസാനി എന്ന് വിളിക്കപ്പെടുന്ന സഈദുദ്ദീൻ തഫ്താസാനി എന്നാണ് സാധാരണ വിളിക്കപ്പെടാറ്. പലരെയും അങ്ങനെ ഇട്ട പേരല്ലല്ല വിളിക്കല്. സഈദ് തഫ്താസാനി റളിയല്ലാഹു അൻഹു ഖുറാസാനിലുള്ള ഒരു നാടാണ് തഫ്താസാൻ. അതിലേക്ക് നിസ്ബിയാണ് തഫ്താസാനി. ഉലിദ റഹിമഹുല്ലാ സനത്ത് സിനത്തൈ അശറ വ സബഅമിഅത്ത് 712 ജനിച്ചത്. 791 വഫാത്തായത്. അപ്പൊ 79 വർഷം ഈ ദുനിയാവിൽ ദീനുൽ ഇസ്ലാമിനെ ഖിദ്മത്ത് ചെയ്ത് ജീവിച്ചൊരു വലിയ മഹാനാണ്. ഒരു അഹ്ലുസുന്നത്തിൽ ജമാഅത്തിൽ ഉൾപ്പെട്ട ഒരു വലിയ മഹാനാണ് നമ്മുടെ ശാരിഹ് സഈദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ഹക്ക് കൊണ്ടും ബറക്കത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹിദായത്തിന്റെ വഴി നൽകുമാറാവട്ടെ. എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഏതൊരു തരീഖിലാണോ ഉള്ളത് ആ തരീഖ് ഹക്കായ തരീഖാണ്. അതിൽ എല്ലാ നിലക്കും അല്ലാഹു തആല നമുക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഹദാഹുല്ലാഹു സവാഅത്ത് തരീഖ്. 79 വർഷം ഒരുപാട് കിതാബുകൾ തസ്നീഫ് ചെയ്ത വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട സഈദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, എന്താ പറയുന്നത്? ഫയഖൂലുൽ ഫഖീറു ഇലല്ലാഹിൽ ഗനിയ്യി മസ്ഊദ് ബിൻ ഉമർ അൽ മദ്ഉ ബി സഈദ് തഫ്താസാനി. ചില നുസ്ഖയിൽ സഈദൻ എന്നാണുള്ളത്, വിളിക്കപ്പെടുന്നത് സഈദൻ. ഹദാഹുല്ലാഹു സവാഅത്ത് തരീഖ്. അല്ലാഹു തആല അദ്ദേഹത്തെ മുസ്ഹാരിഹ് റഹിമഹുല്ലാ തങ്ങളെ ചൊവ്വായ വഴിയിലേക്ക് ചേർത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ അതൊരു ജുംല ഖബരിയാണെങ്കിലും ഇൻഷാ ആണ് മുറാദ്. വഅദാഖഹു ഹലാവത്ത തഹ്ഖീഖ്. തഹ്ഖീഖ് എന്ന മധുരം ആസ്വദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉറപ്പിക്കാം? ആർക്കും ഉറപ്പിക്കാൻ പറ്റൂലല്ലോ. അല്ലാഹു തആല ഹിദായത്തിലാക്കി കഴിഞ്ഞു. വാദാക്കും. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ദുആയാണ് ഇവിടെ ഉദ്ദേശം. ഇവിടെ മുസന്നിഫ് തങ്ങളുടെ തഹ്ദീം എന്ന കിതാബിൽ ഇങ്ങനത്തെ ലഫ്ദ് കാണാം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ സവാഅത്ത് തരീഖ് വജഅല ലനാ തൗഫീഖ ഖൈറ റഫീഖ്. അവിടെ ഹദ ഹിദായത്തിന് മായന എടുത്തിട്ടുണ്ട്. അൽ ഹിദായത്തു ഹിയ അദ്ദലാലത്തുൽ മുസിലത്തു അയ്യൽ ഈസാലു ഇലൽ മത്ലൂബി വഖീല ഇറാഅത്തു തരീഖ്. ഈസാല് മത്ലൂബിലേക്ക് ചേർക്കൽ എന്നൊരു മത്ലൂബിലേക്ക് ചേർക്കുന്ന വഴിയെ കാണിച്ചു കൊടുക്കൽ മറ്റൊരു മാന. അവിടെ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ആയത്തുകളെ കൊണ്ട് ഒരായത്ത് കൊണ്ട് ഒരു മാനാക്ക് തകരാറ്, മറ്റൊരായത്ത് കൊണ്ട് മറ്റൊരു മാനാക്ക് തകരാറ്. അവിടെ എന്താണ്? ഒന്നാമത്തെ മാന
അതായത് ഈസാലിന്റെ മാന മങ്കൂളുൻ ബി ഖൗലിഹി തആല വഅമ്മാ സമൂദ ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ. അത് നമ്മളെ നേരത്തെ പറഞ്ഞതിൽപ്പെട്ടാണ്. അമ്മന്റെയും ഫായിന്റെ അടിയിൽ സമൂദ കൊണ്ട് ഫസ്ല് ചെയ്തു. അതവിടെ ഫാ അമ്മന്റെ ജവാബ് ഫഹദൈന സമൂദ ഫഹദൈനാഹുന്ന. അവ ജവാബിന്റെ ഒരു ജുസ്ഇലാണ് ഫാ കിടന്നത്. ലി തിൽവി തിൽവിഹ ഉജൂബൻ ഉലിഫ. ഇവിടെ ഫഹദൈനാഹും അത് നേരത്തെ നമ്മൾ ഓതിയ ആയത്താണ്, ആ ഫാസിലിന് വേണ്ടി. ഇവിടെ ഫഹദൈനാഹും എന്ന ഫാ അൽ ഹദൈന സമൂദ് കൂട്ടരെ ഹിദായത്തിലേക്ക് എത്തിച്ചു, ചേർത്തി എന്ന് പറയാൻ പറ്റൂല. ഇവിടെ കാണിച്ചു കൊടുത്തു എന്ന് പറയാനേ പറ്റുള്ളൂ. എന്നിട്ട് ഫസ്തഹബുൽ അമാ അന്ധതയെ തെരഞ്ഞെടുത്തു. കാരണം ഇതിലായുത്തസവ്വറും ലലാലു ബഅദൽ ലുസൂലി, എത്തിപ്പെട്ടതിന് ശേഷം പിന്നെ ലലാലിനെന്താക്കൂല, തസവ്വുറാക്കപ്പെടൂല. രണ്ടാമത്തെ മാന ഇറാഅത്തു തരീഖ് മങ്കൂളും ബി ഖൗലിഹി തആല ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. തങ്ങൾ ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കൂല എന്നിവിടെ അർത്ഥം പറ്റൂല. കാരണം കാണിച്ചു കൊടുക്കണ ആളാണ്. അവ ചേർക്കൂല എന്നേ ഇവിടെ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. ഇന്നക ലാ തഹ്ദി മത്ലൂബിലേക്ക് തങ്ങൾ ചേർക്കൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്താണ് വഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ശഅനുഹു ഇറാഅത്ത തരീഖാണല്ല. അപ്പൊ കാണിച്ചു കൊടുക്കൂല എന്ന് ഇവിടെ അർത്ഥം വെക്കാൻ പറ്റില്ല, കാണിച്ചു കൊടുക്കും. അപ്പൊ രണ്ടാമത്തെ മാന ഈ ആയത്ത് കൊണ്ടും മങ്കൂളാണെന്ന് ശറഹ് തരീബിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സവാഉത്തരീഖ്, സവാഅത്തരീഖ് എന്ന് പറഞ്ഞാൽ ഈ ഹദ എന്നുള്ളത് സ്വന്തം നഫ്സ് കൊണ്ടും രണ്ടാം മഫ്ഊലിലേക്ക് വിട്ടുകിടക്കലുണ്ട്, ഇല കൊണ്ടും വിട്ടുകിടക്കലുണ്ട്, ലാമ് കൊണ്ടും വിട്ടുകിടക്കലുണ്ട്. അതെല്ലാം ശറഹ് തഹ്ദീബിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. അവിടെ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. കാനില മഹ്സൂൽ കലാമിൽ മുസന്നിഫി ഫീ തിൽക്കൽ ഹാശിയത്തി അന്നൽ ഹിദായത്ത തതഅദ്ദാ ഇലൽ മഫ്ഊലി സാനി താറത്തൻ ബിനഫ്സിഹി നഹ്വു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം വതാറത്തൻ ബിഇലാ നഹ്വു വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം വതാറത്തൻ ബില്ലാമി നഹ്വു ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വമു ഫമഅനാഹാ അലൽ ഇസ്തിമാലിൽ അവ്വലി വൽ ഈസാലു. അപ്പൊ ഒന്നാമത്തെ ഇസ്തിമാല് പ്രകാരം ഹിദായത്തിന്റെ മാന ഈസാലാണ്, അത് എത്തിക്കല്. അതാണ് ഫാത്തിഹ സൂറത്തിലൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത്, അല്ലാഹുവേ ഞങ്ങളെ ഹിദായത്തിന്റെ വഴിയിലേക്ക് ചേർക്കണേ എന്ന ഈസാലാണ്. അവൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സ്വന്തം നഫ്സ് കൊണ്ട് വിട്ടുകിടന്നതാ. വഅലസാനിയൈനി ലാമ് കൊണ്ട് വിട്ടുകിടക്കുമ്പോൾ അല്ലെങ്കിൽ ഇല കൊണ്ട് വിട്ടുകിടക്കുമ്പോൾ ഇറാഅത്തു തരീഖാണ് എന്ന് ശറഹ് തഹ്ദീബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്വന്തം നഫ്സ് കൊണ്ട് വിട്ടുകിടക്കുന്നതായതുകൊണ്ട് ഹദാഹുല്ലാഹു, അല്ലാഹുവേ എന്നെ ഹിദായത്തിലാക്കണേ, സവാഅത്തരീഖ് ചൊവ്വായ വഴിയിലേക്ക്. സവാഅത്തരീഖ് എന്ന് പറഞ്ഞാൽ വസത്തു തരീഖ്, അതാണ് അതിന്റെ തഫ്സീർ. ചിലര് തരീഖുൽ മുസ്തവി അല്ലെങ്കിൽ സിറാത്തുൽ മുസ്തഖീം എന്ന് എന്താണ് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. സിറാത്തുൽ മുസ്തഖീം തരീഖുൽ മുസ്തഖീം എന്ന് തഫ്സീർ പറഞ്ഞവരുടെ ഉദ്ദേശം ഇത് സവാഉത്തരീഖ് എന്ന് പറഞ്ഞാൽ തരീഖുൽ മുസ്തവിയത്തൊട്ട് കിനായത്താണ്. അവ കിനായിയായ മാനിയാണ് ചിലർ അവിടെ തഫ്സീർ പറഞ്ഞുകൊണ്ടുള്ള മുറാദ്. അതും എന്താണ് ശറഹ് തഹ്ദീബിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഇബാറത്ത് ഇങ്ങനെയാണ്, ഖൗലുഹു സവാഅത്തരീഖൈ വസത്തഹു അല്ലദീ യുഫ്ലി സാലിക്കഹു ഇലൽ മത്ലൂബി അൽ ബത്തത്ത. എന്ത് മത്ലൂബിലേക്ക് പ്രവേശിച്ചവരെ അത് ചേർക്കും, മത്ലൂബിലേക്ക് ചേർക്കും. ആ നടുവഴിയിൽ പ്രവേശിച്ചവരെ മത്ലൂബിലേക്ക് ചേർക്കും. വഹദാ കിനായത്തും അലത്തരീഖിൽ മുസ്തവി, ഇത് ഹുമാ മുത്തലാസിമാനി. വഹാദാ മുറാദു മൻ ഫസ്സറഹു ബിത്തരീഖിൽ മുസ്തവി വസ്സിറാത്തിൽ മുസ്തഖീം. അതാണ്. അപ്പൊ ഈ ചൊവ്വായ വഴി
ലേക്ക് ചേർത്തിയിരിക്കുന്നു. ഹദാഹുല്ലാഹു സവാഅത് തരീഖ്, ചൊവ്വായ വഴിയിലേക്ക് ചേർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൊവ്വായ വഴിയിലേക്ക് ചേർക്കണേ. വഅദാഖഹു ഹലാവത്ത തഹ്ഖീഖ്, അല്ലാഹു തആല അദ്ദേഹം ശാരിഹി റഹിമഹുല്ലാഹുവെ തഹ്ഖീഖിന്റെ മധുരത്തെ ആസ്വദിപ്പിക്കട്ടെ. ഇവിടെ അത്തഹ്ഖീഖ്, ഇവിടെ എന്താണ്? തഹ്ഖീഖ് എന്നതിനെ മധുരത്തിനോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹിയെ മുശബ്ബഹിലേക്ക് എന്തായി? ഇലാഫത്ത് ചെയ്യുന്നതാണ്. മുശബ്ബഹ് ബിഹിനെ മുശബ്ബഹിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പോൾ ഒരു മധുരത്തിനോട് തശ്ബീഹാക്കിക്കാണ് തഹ്ഖീഖ്. തഹ്ഖീഖ് എന്ന മധുരത്തെ അപ്പൊ ഇസ്തിആറത്ത് മുസറഹത്തായി. കാരണം മുശബ്ബഹ് ബിഹീനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. മുശബ്ബഹ് ബിഹീനെ പറഞ്ഞിട്ട് മുശബ്ബഹിലേക്ക് ഇലാഫത്താണ്. ഇസ്തിആറത്ത് മുസറഹ. ആ മുസറഹക്ക് എന്റെ മുലായിമയായ ഇദാക്കത്തിനെ പറഞ്ഞത് തിർശീഹ്. അതല്ലെങ്കിൽ തഹ്ഖീഖിനെ എന്താക്കാം? ഒരു മധുരമുള്ള വസ്തുവിനോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹിനെ പറഞ്ഞു, തഹ്ഖീഖ് എന്ന മുശബ്ബഹിനെ പറഞ്ഞു ഇസ്തിആറത്ത് ബിൽ കിനായത്തായിട്ട്. എന്നിട്ട് മുശബ്ബഹ് ബിഹിയായ മധുരപലഹാരത്തിന്റെ മുലായിമത്തായ ഹലാവത്ത് എന്ന മധുരത്തെ പറഞ്ഞത് അത് തഹ്യീല്. അപ്പൊ ഇസ്തിആറത്ത് എന്താക്കാം? ബിൽ കിനായത്തുമാക്കാം. പിന്നെ കതു എന്നാ പറഞ്ഞത്? കതുക്കുന്തു ശറഹത്തു ഫീമാമല, കഴിഞ്ഞ കാലത്തിൽ ഞാൻ ശറഹ് എഴുതിയിരുന്നു. തൽഖീസുൽ മിഫ്താഹി, തൽഖീസുൽ മിഫ്താഹിന്, അതായത് അല്ലാമ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാനുൽ ഖസ്വീനി എന്നവർക്കുള്ള തൽഖീസുൽ മിഫ്താഹിനുക്ക് കഴിഞ്ഞ കാലത്ത് ഞാൻ ശറഹ് എഴുതിയിരുന്നു. വഅഖ്ലൈതുഹു, ആ ശറഹിനെ ഞാൻ ആവശ്യം തീർത്തിരിക്കുന്നു. ബിൽ മിസ്ബാഹി അനിൽ മിസ്ബാഹി, ഒരുപാട് ചിമ്മിണി വിളക്കുകളോട് തുല്യമായതായ ഒരുപാട് ശറഹുകൾ തൽഖീസുൽ മിഫ്താഹിന് ആദ്യം ഉണ്ടായിരുന്നു. അതിനെ തൊട്ട് ഇസ്ബാഹ് എന്ന എന്റെ ശറഹ് കൊണ്ട് വലിയാക്കി. ആദ്യം ഉണ്ടായിരുന്ന ശറഹുകൾ വെറും ഒരു ചിമ്മിണി വിളക്കുകളുടെ സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് തൽഖീസിൽ കിടന്ന അവ്യക്തമായ കാര്യങ്ങളെല്ലാം ആ ശർഹ് കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് ഞാനെന്തായി? നേരം വെളുക്കൽ എന്ന പ്രഭാതം എന്ന അതായത് ഇസ്ബാഹ് എന്ന് പറഞ്ഞാൽ പ്രഭാത സമയത്തിൽ പ്രവേശിക്കലാണെങ്കിലും ഇവിടെ പ്രഭാതം എന്നാണ് ഉദ്ദേശം. പ്രഭാതം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം ഒന്നായിട്ട് വെളിച്ചമുണ്ടാകും. എന്റെ മുത്തവ്വലാഹ ശർഹ് കൊണ്ട് ആ തൽഖീസിലുള്ള അവ്യക്തമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വഅഖ്ലൈതുഹു, ആ തൽഖീസുൽ മിഫ്താഹിനെ ഞാൻ വലിയാക്കി. ബിൽ ഇസ്ബാഹി അനിൽ മിസ്ബാഹി, മിസ്ബാഹിനെ തൊട്ട് ഇസ്ബാഹ് കൊണ്ട്. മിസ്ബാഹ് എന്നുള്ളത് മറ്റുള്ളവരുടെ ശർഹുകളാണ്. അലിഫ്ലാമിനെ ഇസ്തിഹ്റാക്കിന്റേത് വെച്ചാൽ ഒരുപാട് ചിമ്മണി വിളക്കുകളോട് തുല്യമായ ഒരുപാട് ശർഹുകൾ തൽഖീസിലുണ്ടായിരുന്നു. വിളക്ക് കത്തിച്ചാൽ വിളക്കിന്റെ ചുറ്റുഭാഗം മാത്രമേ വെളിച്ചമുണ്ടാവുകയുള്ളൂ. നേരം വെളുത്താൽ ലോകം ഒന്നായിട്ടും വെളിച്ചമാകും. അപ്പോൾ മുത്തവ്വലാകുന്ന എന്ന് വിളിക്കപ്പെടുന്ന എന്റെ ശർഹ് കൊണ്ട് തൽഖീസ് മുഴുവനും അവ്യക്തമായതെല്ലാം അതിൽ എന്താകും? മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ പറയാറുള്ള കാരണം. ഇൻഷാ അല്ലാഹ് സമയം കുറവായതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. വല്ല പിഴവുമുണ്ടെങ്കിൽ ഉസ്താദുമാരി ചൂണ്ടിക്കാണിക്കണം എന്ന് അറിയിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഒരു ചോദ്യം ഒരു ചർച്ച ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഉസ്താദുമാര് ചർച്ച ചെയ്യണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.